ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് അയാൾ വിളിക്കുന്നത് എന്നറിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വന്നു. ആകെ ഒരു സമാധാനക്കേട്. എന്ത് വേണമെന്നറിയില്ല. മനസ്സാകെ പ്രക്ഷുബ്ധമാണ്. അതിനെ ഒന്ന് ശാന്തമാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അന്ന് ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്തു ബാങ്കിൽ. പിന്നെ മെല്ലെ പുറത്തേക്കിറങ്ങി. വണ്ടിയുമെടുത്ത് നേരെ മോനെയും കൂട്ടി ബീച്ചിലേക്ക് പോന്നു. സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ബീച്ചിൽ നിർത്തിയപ്പോൾ അവൻ ഇതെന്ത് കഥ എന്ന മട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു. 2ാം ക്ലാസ്സുകാരനോട് എന്തു പറയാൻ? അവനോടൊന്ന് ചിരിച്ചു. ഞാൻ മെല്ലെ അവിടെ ഒരു തോണിയുടെ നിഴലിൽ പറ്റിപ്പോയിരുന്നു. അവൻ പതിയെ കടലിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. ഉറപ്പാണ്, ഇന്നയാൾ വീട്ടിലേക്ക് വരും. അവൻ്റെ സ്കൂളിൽ വരും, എൻ്റെ ബാങ്കിൽ വരും. ഈ 3 സ്ഥലത്തുമല്ലാതെ ഞങ്ങളെ എവിടെയും കാണാനാവില്ല എന്നയാൾക്കറിയാം. അയാളെ കാണാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒളിച്ചോട്ടം. കാരണം ഇന്നയാൾക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയ ദിവസമാണ്. അരവിന്ദ്. അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. ബാങ്ക് ടെസ്റ്റ് എഴുതി നിൽക്കുകയായിരുന്നു ഞാൻ. ജോലി കിട്ടാനും കിട്ടാതിരിക്കാനും എല്ലാം സാധ്യതയുണ്ട്. എങ്കിലും ജോലിയായിട്ട് മതി വിവാഹമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. അന്നേരമാണ് അയാളുടെ കല്യാണാലോചന വന്നത്. സുമുഖൻ. ആകെയുള്ളത് ഒരു പെങ്ങളാണ്. അവളെ കല്യാണം കഴിച്ച് അയച്ചു. അവർ വിദേശത്താണ്. വീട്ടിൽ അമ്മയും അച്ഛനും മാത്രം. എല്ലാം കൊണ്ടും നല്ല ആലോചന. അയാൾക്കാണെങ്കിൽ ഗവൺമെൻറ് ജോലിയും. അത്രയും മതി കേരളത്തിലെ ഒരു സാധാരണ കുടുംബക്കാർ വീണുപോകാൻ. എൻ്റെ വീട്ടുകാരും അതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നില്ല. എനിക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. എന്തായാലും അയാൾക്ക് ഭാര്യയെ ജോലിക്ക് വിടാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞതോടുകൂടി എൻ്റെ ഏക സമസ്യയ്ക്കും ഉത്തരം ലഭിച്ചു. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ദാമ്പത്യമായിരുന്നു അത്. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ വിശേഷമറിയിച്ചു. പിന്നെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പായിരുന്നു. അതിനിടയിൽ ബാങ്കിൽ ജോലിയും കിട്ടി. ശരിക്കും സ്വർഗം പോലെ ഒരു ജീവിതം. ഞങ്ങൾ പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു. ഞങ്ങളുടെ കൂട്ടിന് ഒരു കുഞ്ഞുകൂടി വന്നതോടുകൂടി വളരെ സന്തോഷമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഞാൻ മരുമകളായിരുന്നില്ല, മകൾ തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതി. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു കൂട്ടുകാരി മീര എന്നെ കാണാൻ വന്നിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അതും പെൺകുട്ടി. അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ഒരു വീട് വയ്ക്കണം. പക്ഷേ അത് പാടശേഖരത്തിൽ പെടുന്ന സ്ഥലമായതുകൊണ്ട് ലോണൊന്നും കിട്ടില്ല. എൻ്റെ ഭർത്താവ് RDO ഓഫീസിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവൾ സഹായവും അഭ്യർത്ഥിച്ച് വന്നതാണ്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞ് സഹായിക്കാൻ വേണ്ടി. അദ്ദേഹം ആ ഭൂമി തരം മാറ്റാനുള്ളതെല്ലാം ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാനും കൂടി നിർബന്ധിച്ചു. പാവം, അവൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്നല്ല. പിന്നെ അവൾ ആ ആവശ്യത്തിന് അരവിന്ദൻ്റെ ഓഫീസിൽ കയറിയിറങ്ങുന്നത് പതിവായി. ഒരു ദിവസം അരവിന്ദൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സതീഷിൻ്റെ വൈഫ് എൻ്റെ ബാങ്കിൽ എന്തോ ആവശ്യത്തിന് വന്നിരുന്നു. ഞങ്ങൾ കുറച്ചുനേരം സംസാരിച്ചു. അക്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, മീര എന്നൊരു കൂട്ടുകാരിയുണ്ടല്ലേ, ഇപ്പോൾ സാറിന് അവളുടെ പുറകെ നടക്കാനേ സമയമുള്ളൂ എന്ന്. എന്തൊക്കെയോ അങ്ങനെ മുനവെച്ച് പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാതെയായി. ഞാൻ അപ്പോൾ അതങ്ങ് വിട്ടു. ഒരു ദിവസം അരവിന്ദ് എന്തോ ആവശ്യത്തിന് ഫോൺ എൻ്റെ നേരെ നീട്ടി. കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരുപാട് തവണ മീര ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അരവിന്ദ് അങ്ങോട്ടും. ആ കോളുകളെല്ലാം ഒരുപാട് ഡ്യൂറേഷനും ഉണ്ട്. എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ ആദ്യ കനൽ വീണത് അവിടെ നിന്നായിരുന്നു. പിന്നെ ഞാൻ അരവിന്ദനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. പലപ്പോഴും അയാൾ ഓഫീസിൽ ലീവാണ് എന്നറിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഓഫീസിലേക്കാണെന്നും പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതോടെ ഞാൻ അവരുടെ ഓഫീസിലെ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് ദിവസവും അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം അങ്ങോട്ട് വന്നിട്ടേയില്ല എന്ന് അവൾ പറഞ്ഞു. അതോടെ ഞാൻ ബാങ്കിൽ ലീവ് എഴുതി കൊടുത്ത് ഇറങ്ങി. മീര വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം അറിയാമായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാത്ത പോലെ ഒറ്റപ്പെട്ട ഒരു വീട്. അവിടെ മുറ്റത്ത് അരവിന്ദിൻ്റെ ബൈക്ക് കിടക്കുന്നത് കണ്ടു. എനിക്കെന്തോ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ വേഗം ആ വീടിൻ്റെ ചുറ്റും നടന്നു. ബെഡ്റൂമിൻ്റെ അരികിൽ പോയി നിന്നു. അവിടുത്തെ ജനൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് കർട്ടൻ മാറ്റിയതും മുന്നിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നഗ്നയായി കിടക്കുന്ന എൻ്റെ കൂട്ടുകാരി, അവളുടെ ദേഹത്തേക്ക് പടർന്നു കയറുന്ന എൻ്റെ ഭർത്താവ്. കാമലഹരി കൊണ്ട് രണ്ടുപേരും പരിസരം പോലും മറന്ന് ആസ്വദിക്കുകയാണ്. ഞാൻ എൻ്റെ ഫോണെടുത്ത് വൃത്തിയായി അതെല്ലാം ഷൂട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് തിരികെ പോന്നു. അയാളുടെ അച്ഛനും അമ്മയ്ക്കും അതെല്ലാം കാണിച്ചു കൊടുത്തു. അവരും എന്നെപ്പോലെ ഞെട്ടി. ഞങ്ങളുടെ സന്തോഷ ജീവിതം കണ്ട് മനസ്സ് നിറഞ്ഞ് ജീവിക്കുന്നവർക്ക് അത് വല്ലാത്ത ഒരു അടിയായിരുന്നു. ഞാൻ കുഞ്ഞിനെയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയി. അവർ അയാളെ ചോദ്യം ചെയ്തു. ഇങ്ങനെയൊരു മകൻ ഇനി ഇല്ല എന്ന് പറഞ്ഞു. എനിക്കും അയാളോട് ക്ഷമിക്കാൻ കഴിയില്ലായിരുന്നു. അയാളെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയാണ്. അങ്ങനെയുള്ള എന്നോട് അയാൾ ചെയ്തതോ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയുന്നതല്ല.
മറ്റെല്ലാം കൊണ്ടും സുഹൃതമല്ലേ, ഇതങ്ങ് ക്ഷമിക്കരുതോ എന്ന് പലരും എന്നെ ഉപദേശിച്ചു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കൂടെ നിന്നു. അത് മതിയായിരുന്നു എനിക്ക്. ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. അത് അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെയും മോനെയും കണ്ട് പുതിയ നാടകത്തിനുള്ള പരിപാടിയാണ്. ഫോണിലൂടെ ഒരു ആത്മഹത്യാ ഭീഷണി കഴിഞ്ഞതേയുള്ളൂ. അയാൾക്ക് ഒരു തെറ്റു പറ്റിയതാണത്രേ. ഒരിക്കൽ പറ്റുമ്പോഴാണ് അത് തെറ്റ്, വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിന് കുറ്റം എന്നാണ് പറയുക. ഞാൻ അയാളോട് തീർത്ത് തന്നെ പറഞ്ഞു, ഇനി അയാളുടെ കൂടെ എനിക്ക് ജീവിക്കേണ്ട എന്ന്. ഞാൻ നേരിട്ട് വരാം, കാല് പിടിക്കാം എന്നെല്ലാം പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞിരുന്നു, നീ ഒരു കാര്യം കൊണ്ടോ താണു കൊടുക്കേണ്ട, അവൻ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, കയ്യിലിരിപ്പിൻ്റെ ഫലമാണെന്ന് കരുതിയാൽ മതിയെന്ന്. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ വീട്ടിലും മറ്റും കാണാൻ വന്നു. അയാളെ കാണാനുള്ള വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും ധൈര്യത്തോടെ അയാളെ ഞാൻ നേരിട്ടു. എന്നോ ഒരിക്കൽ സ്നേഹിച്ചു പോയതിൻ്റെ ബാക്കി മനസ്സിലെങ്ങാനും കിടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ ചതിക്കുമോ എന്നൊരു ഭയമായിരുന്നു. പക്ഷേ ഇല്ല, എൻ്റെ തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പ് വന്നു. ഒടുവിൽ ഡിവോഴ്സ് കിട്ടി. എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ വാശിക്ക് അയാൾ മീരയെ കല്യാണം കഴിച്ചു. പക്ഷേ അച്ഛനും അമ്മയും അയാളെ വീട്ടിലേക്ക് കയറ്റിയില്ല. ഇപ്പോൾ മീരയുടെ സ്ഥലത്ത് സ്വന്തമായി വീട് വയ്ക്കുകയാണ്, എന്നെ തോൽപ്പിക്കാൻ. പക്ഷേ അയാൾക്കറിയില്ലല്ലോ ഇതുകൊണ്ടൊന്നും ഞാൻ തോൽക്കില്ല എന്ന്. അവർ തമ്മിലുള്ളത് വെറും ശരീരത്തിൻ്റെ ആകർഷണം മാത്രമാണ്. അതൊരിക്കൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചറിയും ബന്ധങ്ങളുടെ വില. അന്ന് അയാൾ കരയും ഉറക്കെ. പക്ഷേ എനിക്കെൻ്റെ മകനുണ്ടാകും. ഇനി ഏതെങ്കിലും ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ തോന്നിയാൽ അതും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.